വർഷം 1969 ജൂലൈ 21. ലോക ചരിത്രത്തിൽ ആദ്യമായി തന്നെ 3 മനുഷ്യർ അപ്പോളോ 11 എന്ന പേടകത്തിന്റെ സഹായത്തോടുകൂടി ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമായ ചന്ദ്രനിൽ കാലുകുത്തി. അത് അവർക്ക് വെറും ഒരു കാൽവെപ്പായിരുന്നില്ല, മറിച്ച് മനുഷ്യരാശിയുടെ തന്നെ ഒരു കുതിച്ചുചാട്ടമായിരുന്നു. കൂടാതെ അന്നുകാലത്ത് അത് തത്സമയം TV-യിൽ സംപ്രേഷണം ചെയ്യുന്നുമുണ്ടായിരുന്നു. സാങ്കേതിക വിദ്യ പതുക്കെ വളർന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ നാം ചന്ദ്രനിലെത്തിയെങ്കിൽ എന്തുകൊണ്ട് നമുക്കിപ്പോൾ അവിടേക്ക് പോയിക്കൂടാ? ഒരു ശരാശരി മനുഷ്യനിലുണ്ടാവുന്ന ഒരു സംശയമായിരിക്കാം അത്. കൂടാതെ എങ്ങനെയായിരിക്കാം ബഹിരാകാശത്തിൽ നടന്ന കാര്യങ്ങൾ തത്സമയം തന്നെ ഭൂമിയിലേക്ക് അവർ സംപ്രേഷണം ചെയ്തത്? ഇതുപോലെയുള്ള ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന രഹസ്യങ്ങൾ ഉറങ്ങുന്ന മിഷനുകളായിരുന്നു അപ്പോളോ 11 മുതൽ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നുവെങ്കിലോ? ഇന്ന് ഗ്രേസിപിയുടെ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ചാന്ദ്ര ദൗത്യത്തിന് പിന്നിലെ പുറം ലോകം അറിയാത്തതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള രഹസ്യങ്ങളുടെ ചുരുളഴിക്കുവാനാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകും. നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ ഇറങ്ങിയതിനു ശേഷം അവർ ഒരു അമേരിക്കൻ പതാക അവിടെ സ്ഥാപിച്ചു. എന്നാൽ ആ പതാകയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. പക്ഷേ അന്തരീക്ഷമില്ലാത്ത ചന്ദ്രനിൽ എങ്ങനെയാണ് ഒരു പതാക ഉയർന്നു നിൽക്കുക? ഇത് ഒരുവിധം എല്ലാവരുടെയും മനസ്സിലുമുള്ള ഒരു സംശയമാണ്. എന്നാൽ ആ പതാക അവർ പ്രത്യേകം ഡിസൈൻ ചെയ്തതായിരുന്നു. അന്തരീക്ഷമില്ലാത്ത ചന്ദ്രനിൽ ഉയർന്നു നിൽക്കേണ്ട രീതിയിലാണ് ആ പതാക അമേരിക്ക ഡിസൈൻ ചെയ്തത്. ആളുകളെ കൂടുതൽ അമ്പരിപ്പിച്ച ഒന്നാണ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തത്സമയം തന്നെ ഭൂമിയിലേക്ക് സംപ്രേഷണം ചെയ്തത്. അന്നത്തെ കാലഘട്ടത്തിൽ ബഹിരാകാശത്തിലെ കാര്യങ്ങളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്തത് വലിയൊരു കാര്യമാണ്. കാരണം ടെക്നോളജി അന്നത്തെ കാലത്ത് പതുക്കെ വളർന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു. ഒപ്പം അവർ ഉപയോഗിച്ച ക്യാമറ എന്നത് അവിടുത്തെ മർദ്ദവും തണുപ്പുമെല്ലാം അതിജീവിക്കാൻ കഴിവുള്ളതായിരുന്നു. ചാന്ദ്ര ദൗത്യത്തിന് വേണ്ടി പ്രത്യേകം അമേരിക്ക ഡിസൈൻ ചെയ്ത ക്യാമറകളാണ് അതെല്ലാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ആ എടുത്ത ചിത്രങ്ങളിലൊന്നും ഒരു നക്ഷത്രങ്ങളെ പോലും കാണാൻ സാധിച്ചില്ല എന്നത്. അതിനു പിന്നിലെ കാരണം എളുപ്പമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ആകാശത്തെ നക്ഷത്രങ്ങളെ ഒന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച് നോക്കൂ. കൂടുതലും നക്ഷത്രങ്ങളെ കാണുവാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് അവിടെ നടന്നത്. ഒരുപാട് അപ്പോളോ മിഷൻസ് അന്ന കാലത്തുണ്ടായിരുന്നു. തുടരെയായി 12 മനുഷ്യരാണ് ചന്ദ്രനിൽ ഇന്നേ വരെ കാലുകുത്തിയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ നമ്മളാരും അങ്ങോട്ട് പോകാത്തത്? ഇന്നേ വരെ ഉള്ളതിൽ വെച്ച് 32 അപ്പോളോ മിഷൻസ് സക്സസ് ആവുകയും 2 ഫെയിൽ ആവുകയും ചെയ്തു. ഇതിനെല്ലാം ചിലവേറിയ തുക എന്നത് $25.8 ബില്യൺ ആണ്. അതായത് 2024 കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം $318 ബില്യൺ വരും. അതായത് അമേരിക്കയിലെ ഓരോ വ്യക്തിയും $1538 നൽകിയാൽ മാത്രമേ ഈ ഭീമൻ തുക ലഭിക്കുകയുള്ളൂ. ഈ $318 ബില്യൺ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 27 ലക്ഷം കോടി രൂപ എന്ന ഭീമൻ സംഖ്യയായിരിക്കും നമുക്ക് ലഭിക്കുക. ഇത്രയും വലിയ എമൗണ്ട് അന്ന് കാലത്ത് റഷ്യയും അമേരിക്കയും കോൾഡ് വാർ ആയതിനാൽ തൻ്റെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് അമേരിക്ക ഇറക്കിയത്. കൂടാതെ ഇത്രയും വലിയ എമൗണ്ട് ആവശ്യം വരുന്നതിനെ തുടർന്നാണ് അമേരിക്ക അപ്പോളോ മിഷന് ശേഷം പിന്നെ ഒരു ചാന്ദ്ര ദൗത്യം നടത്താത്തത്. ഒരുപാട് വിമർശനങ്ങളും മറ്റും അപ്പോളോ ദൗത്യത്തിനെതിരെ വന്നിട്ടുണ്ട്. ഈ നടന്നതെല്ലാം ഒരു സിനിമ സെറ്റിൽ ഷൂട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ മുതൽ ഒരുപാട് വിമർശനങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.